ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് കിഡിലിനൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ കുക്കറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സഡ് ജാറിൽ ഇതിൻ്റെ മിക്സൊക്കെ തയ്യാറാക്കിയിട്ട് 15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പഴം കേക്കാണ് കേട്ടോ. ഇത് നമ്മൾ ചെറുപഴം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 3 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട വേണം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ കുറച്ച് നേരം മുന്നേ പുറത്ത് എടുത്ത് വെക്കുക. അപ്പോൾ 3 മുട്ടയും ഞാനൊരു മിക്സിഡ് ജാറിലോട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിഡ് ജാറൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചിട്ട് എടുക്കുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. 1 മിനിറ്റോളം മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർക്കണം. 1 കപ്പോളം പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1/4 കപ്പോളം മതിയാകും. പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാൻ പറ്റും. പൊടിക്കാത്തതാണെങ്കിൽ 1 മിനിറ്റോളം ഒന്ന് അടിച്ചെടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ തവിട് എണ്ണയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും എടുക്കാം. 1/2 ഗ്ലാസോളം അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂണോളം വാനില എസൻസും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് അടിക്കുകയൊന്നും വേണ്ട. 1/2 സെക്കൻഡോളം നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ പാകത്തിനൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനത് അടിച്ച് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ മുട്ടയുടെ മിക്സിനനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മൈദയാണ്. അപ്പോൾ മൈദ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിലോട്ട് 3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ആക്കുന്നത്. 1 കപ്പോളം മൈദയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബാറ്റർ ഭയങ്കര ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മൈദ 1 കപ്പിൻ്റെ മുകളിൽ കുറച്ച് ഒരു 2-3 സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. അല്ല നിങ്ങളുടെ ബാറ്റർ ഭയങ്കര തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു 2 കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ആ ഒരു മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ മിക്സിംഗ് ഒന്നും ഇനി വേണ്ട. പയ്യെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആവാൻ പാകത്തിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 4 ചെറിയ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 4-5 ഒക്കെ ആവാം കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കിന് അതനുസരിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ എടുത്തേക്കുന്നത് പൂവമ്പഴമാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് നമ്മുടെ കേക്കിന് കിട്ടുകയും ചെയ്യും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കണ്ടല്ലോ ഭയങ്കര തിക്കായിട്ട് നമുക്ക് തോന്നും ബാറ്റർ. പക്ഷേ അതൊന്നും പ്രശ്നമില്ല കേട്ടോ. നല്ല അടിപൊളി ഒരു കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് അടി കെട്ടിയുള്ള ഒരു പാനാണ്. നമ്മൾ ഏത് പാത്രത്തിന് വേണമെങ്കിലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നല്ല അടി കട്ടിയുള്ള പാത്രം എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടിയിലൊന്ന് കരിയൂന്നൊക്കെ എന്താ പറയുക ടെൻഷനുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു പാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുന്ന പാത്രം വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഡയറക്റ്റ് ഗ്യാസിന്മേലാണ് വെച്ചേക്കുന്നത്. കാരണം ഇത് അടി കരിയാറൊന്നുമില്ല. നമ്മൾ പാൻ ആയതുകൊണ്ട് തന്നെ കരിയത്തില്ല. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കുവാണ്. 15 മിനിറ്റിൽ കൂടുതൽ നമുക്ക് വേണ്ട. നമ്മൾ ഡയറക്റ്റ് ഗ്യാസുമാണ് വെക്കുന്നതെങ്കിൽ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വേറെ പാനിൻ്റെ മുകളിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 1/2-3 മണിക്കൂറോളം നമുക്ക് എടുക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പഴത്തിൻ്റെ ആ ഒരു പീസിലാണ് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഇങ്ങനെ പറ്റി പിടിച്ച പോലെ തോന്നും കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടില്ല എന്ന് വിചാരിക്കരുത്. കറക്റ്റ് 15 മിനിറ്റോളം മതി. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ ഒരു കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. എന്നിട്ട് കാരണം പറയുക. കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ ബൈ. താങ്ക്